മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു പായസം വെക്കാം. എന്തും കൊണ്ടാണെന്നറിയേ? ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വഴി ശോശാമ്മ, അല്ല ശോശാമ്മ കിച്ചൺ ശോശാമ്മ. രാഗിയും പുട്ട് ആദ്യം മുറിച്ച് അടിച്ചെടുക്കുക കണ്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പാല്, തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് റവയോ ഓൾസോ നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ. ഒരു സ്പൂണ് ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം വാങ്ങാറാകുമ്പം നമുക്കൊരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയോ ശർക്കരയോ നമുക്കെന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം കേട്ടോ. നെയ്ക്കകത്ത് തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ വറുത്തെടുക്കുക. എന്നിട്ട് ജീരകം പൊടിച്ചതും ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയോ നമുക്ക് എന്താ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കാം. കൽക്കണ്ടാണെങ്കിൽ അത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് രാഗിൻ ഫുഡ് അടിച്ചെടുത്ത് അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ, വെന്നു. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ വറുത്ത് അതും അങ്ങ് ഇട്ട് കൊടുക്കുക. പായസത്തിന് നമുക്ക് ലേശം ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഉപ്പ് ചേരുന്നത്. ഉപ്പ് ചെല്ലുമ്പോൾ ആ വെള്ളച്ചൊവയൊക്കെ ഒന്ന് മാറി നല്ല പായസം റെഡിയായി. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കണം. നല്ല രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ് പായസം തണുപ്പിച്ചിട്ട് കുടിച്ചാൽ. റാഗി ഫുഡിൻ്റെ പായസം. ദാഹം മാറും, ക്ഷീണം മാറും, വിശപ്പ് മാറും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയ പായസമാണ്. ലൈക്ക് ചെയ്യുകയും സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് പായസം അവിടെ എത്തും. അതിൻ്റെ മണം തന്നെ അവിടെ എത്തും. അത്രയ്ക്കും നല്ല രുചിയുള്ള പായസമാണ്. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല സൂപ്പർ പായസം. ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു പായസം. ആരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതൊന്ന് തണുപ്പിച്ചിട്ട് ഇത് തണുത്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എടുത്ത് കുടിച്ചേ. എന്ത് രുചിയാണെന്നറിയാമോ? ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കണമെന്ന് തോന്നും. അത്രയ്ക്കും രുചിയാണ്. ഉണ്ടാക്കി നോക്കണേ.
റാഗി ഫുഡിൻ്റെ പായസം കണ്ടോ കണ്ടോ, നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത നല്ല സൂപ്പർ പായസം. ഹായ്, എന്ത് രുചിയാ! ഹായ്, ഒരു പ്രാവശ്യം കുടിക്കുന്നവർ പിന്നെയും പിന്നെയും കുടിക്കും, അത്രയ്ക്കും രുചിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറയാം. അതാദ്യം എടുത്ത് ഒത്തിരി അരിഞ്ഞു പോരുത്, ഒത്തിരി അരിഞ്ഞ് അതിൻ്റെ അരി അരയും. ഒന്ന് ചെറുങ്ങനെ, അല്ലെ ഒരു പാത്രത്തിൽ തവിയും കൊണ്ട് ഉടച്ചെടുത്താലും മതി, സ്പൂണും കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്താലും മതി. ഇതിൽ അല്ല, മിക്സിയിൽ ഇട്ടുമ്പം ചിലപ്പോൾ അതിൻ്റെ അരിയൊക്കെ അരിഞ്ഞു പോകും. അരിയെ ഒന്ന് എന്നിട്ട് തേങ്ങ നെയ്ക്കകത്ത് വറുത്തെടുക്കാം. മുന്തിരി, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ വറുത്തെടുത്തിട്ട് പാലും തേങ്ങാപ്പാലും ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഏലക്കായ, ജീരകം എല്ലാം കൂടെ പൊടിച്ചിട്ട് ഒരു 2-3 തുള്ളി ഉപ്പ് ഒഴിച്ച് എടുക്കുക. പായസം ഇപ്പം എല്ലാവരും കുടിച്ച പോലെ തന്നെ ആയില്ലേ? കണ്ടിട്ട് ഇത്രയും നല്ല, പിന്നെ ഒരു കുടിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ജോലി സ്ഥലത്തുള്ളവർക്കും ഉണ്ടാക്കാം. ഇതൊക്കെ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. നമ്മളെന്തായാലും ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ, ആ ചായപാത്രത്തിൽ ഉണ്ടാക്കാമല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വിദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. വിദേശത്തൊക്കെ ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ഇസ്രയേലും ഓസ്ട്രേലിയയും ഒക്കെ ചെന്നപ്പം കണ്ട അവിടെ ഇഷ്ടം പോലുള്ള സാധനമാണിത്. ബോംബെയിൽ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. ഡൽഹിയിൽ ഈ സാധനം എല്ലായിടത്തും ഉണ്ട്. ആഹി ഫുഡ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, കഴിച്ചു നോക്കണേ, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണേ.